ഡിയർ IELTS ആസ്പിരൻസ്, ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പൊതുവായിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ്. ഇറ്റ്സ് ITS അപ്പോസ്ട്രഫി ഇല്ലാതെയുള്ള ഇറ്റ്സും അപ്പോസ്ട്രഫി ഉള്ള ഇറ്റ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസാണ്. എപ്പോഴും മിസ്റ്റേക്ക് വരുത്തുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ചത്. ഇറ്റ്സ് അപ്പോസ്ട്രഫി ഇല്ലാതെ വരുന്ന ഇറ്റ്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് അല്ലെങ്കിൽ ബിലോങ്ങിങ് എന്നുള്ളൊരു മീനിങ് ആണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദ ക്യാറ്റ് ലിക്ഡ് ഇറ്റ്സ് പോ. ദ ക്യാറ്റ് അതിൻ്റെ പാദം ലിക്ക് ചെയ്തു, നക്കി. അപ്പോൾ അതിൻ്റെ എന്നുള്ളൊരു മീനിങ് ആണ് ഇറ്റ്സ് അപ്പോസ്ട്രഫി ഇല്ലാതെ വരുന്നതിൻ്റെ മീനിങ്. ദ കമ്പനി ചേഞ്ച്ഡ് ഇറ്റ്സ് പോളിസി. കമ്പനി അതിൻ്റെ പോളിസി ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇറ്റ്സ് അതിൻ്റെ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ദ ട്രീ ലോസ്റ്റ് ഇറ്റ്സ് ലീവ്സ് ഇൻ വിൻ്റർ. അപ്പോൾ ട്രീ ഇല പൊടിച്ചു, അതിൻ്റെ ഇല പൊടിച്ചു. ഏത് സീസണിൽ? വിൻ്റർ സീസണിൽ. ദ കാർ ഈസ് ഓൾഡ് ബട്ട് ഇറ്റ്സ് എൻജിൻ വർക്ക്. ദ കാർ ഈസ് ഓൾഡ് ബട്ട് ഇറ്റ്സ് എൻജിൻ വർക്ക്സ് വെൽ. കാറ് പഴയതാണ്, പക്ഷെ അതിൻ്റെ എൻജിൻ എന്താണ്? നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എൻജിൻ എന്ന് വെച്ചാൽ അതിൻ്റെ എൻജിൻ, ആ കാറിൻ്റെ എൻജിൻ. ഈച്ച് അനിമൽ ഹാസ് ഇറ്റ്സ് ഓൺ വേ ഓഫ് സർവൈവിങ്. അപ്പോൾ സർവൈവ് ചെയ്യുന്നതിന് ഓരോ അനിമലിനും അതിൻ്റേതായിട്ടുള്ള രീതിയുണ്ട്. ഇപ്പോൾ ഇറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ അപ്പോസ്ട്രഫി ഇല്ലാത്ത ഇറ്റ്സ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് അല്ലെങ്കിൽ ബിലോങ്ങിങ്ങിനെ കുറിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഇറ്റ്സ് അപ്പോസ്ട്രഫി വരുന്ന ഇറ്റ്സിൻ്റെ യൂസേജ് ആണ്. അത് കോൺട്രാക്ഷൻ ആണ്. ഇറ്റ് ഈസ് അല്ലെങ്കിൽ ഇറ്റ് ഹാസ് എന്നുള്ളതാണ് അത് മീൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറയുന്നത് ആ ഇറ്റ്സ് എന്നുള്ള അപ്പോസ്ട്രഫിയുടെ മീനിങ് ഇറ്റ് ഈസ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ. ഇറ്റ്സ് ഈസി ടു ലേൺ ഇംഗ്ലീഷ്. ആ ഇറ്റ്സ് എന്ന് പറയുന്നത് അവിടെ ഇറ്റ് ഈസ് ഈസി ടു ലേൺ ഇംഗ്ലീഷ്. ഇറ്റ്സ് നോട്ട് ഫെയർ ടു ബ്ലെയിം മീ. അവിടെയും ഇറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫെയർ ടു ബ്ലെയിം മീ. ഇനി അടുത്തതായിട്ട് ഹാസ് വരുന്നത്, അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഗ്രാമർ അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റിന് അനുസരിച്ച്, ആ പ്രോപ്പർ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ അനുസരിച്ച് ഇറ്റ് ഈസെന്നോ ഇറ്റ് ഹാസെന്നോ ചേർക്കണം. ആ കോൺട്രാക്ഷൻ അതുപോലെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇറ്റ്സ് ബീൻ റെയിനിങ് ഓൾ ഡേ. ഇവിടെ ഇറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഓൾ ഡേ എന്നുള്ള മീനിങ് ആണ്. നെക്സ്റ്റ്, ഇറ്റ്സ് ഫിനിഷ്ഡ് ഓൾറെഡി. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഹാസ് ഫിനിഷ്ഡ് ഓൾറെഡി എന്നാണ്. അപ്പോൾ കോൺട്രാക്ഷൻ ഇറ്റ് ഈസ് അല്ലെങ്കിൽ ഇറ്റ് ഹാസിൻ്റെ കോൺട്രാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇറ്റ്സ്, അതായത് അപ്പോസ്ട്രഫി വെച്ചിട്ടുള്ള ഇറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോസ്ട്രഫി ഉള്ള ഇറ്റ്സും അപ്പോസ്ട്രഫി ഇല്ലാതെയുള്ള ഇറ്റ്സിൻ്റെയും ഡിഫറൻസ് ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇറ്റ്സ്, അതായത് അപ്പോസ്ട്രഫി IT കഴിഞ്ഞിട്ട് അപ്പോസ്ട്രഫി S വരികയാണെങ്കിൽ അത് ഇറ്റ് ഈസിൻ്റെയോ അല്ലെങ്കിൽ ഇറ്റ് ഹാസിൻ്റെയോ കോൺട്രാക്ഷൻ ഫോമാണ്. അപ്പോസ്ട്രഫി ഇല്ലാതെ വരുന്ന ഇറ്റ്സ് ITS എന്ന് വരികയാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ബിലോങ്ങിങ് ടു എന്നുള്ളതാണ്. ഒരു പൊസഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. കോൺട്രാക്ഷൻ അല്ലാതെ ITS എന്നുള്ളതിൻ്റെ ഇറ്റ്സ് എന്നുള്ളതിൻ്റെ വരുമ്പോൾ എവറി കൺട്രി ഹാസ് ഇറ്റ്സ് ഓൺ ട്രഡീഷൻ. അതായത് ഓരോ കൺട്രിക്കും അവരുടേതായിട്ടുള്ള ഒരു ട്രഡീഷൻ ഉണ്ട് എന്ന് കാണിക്കാനായിട്ട്, ആ ഒരു പൊസഷൻ അല്ലെങ്കിൽ ഒരു ബിലോങ്ങിങ്ങിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്.